പുതിയ പോലീസ് മേധാവി ആരാകും? വലിയ ആകാംക്ഷയുള്ള കാര്യമാണ്. കേരളം അങ്ങോട്ടൊരു ലിസ്റ്റൊക്കെ കൊടുത്തിരുന്നു. ആ ലിസ്റ്റൊക്കെ മാറ്റിവെച്ച് 3 പേരുടെ ചുരുക്കപ്പട്ടിക UPSC ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. ആ പട്ടികയിൽ നിന്ന് ഒരാളെ ഇന്ന് പ്രഖ്യാപിക്കും. നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് സ്ഥാനമൊഴിയുന്ന സാഹചര്യത്തിലാണ് പുതിയ DGP എത്തുന്നത്. നിതിൻ അഗർവാളോ റവാഡ ചന്ദ്രശേഖറോ പോലീസ് മേധാവി ആയേക്കും. സംസ്ഥാനത്തിന് UPSC നൽകിയ പട്ടികയിൽ ആദ്യമുള്ള പേരുകൾ ഇവരുടേതാണ്. രാവിലെ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. VV അരുൺ, ക്ഷമിക്കണം, VV വിനോദാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനോദ്, ഇത്രയും ആകാംക്ഷ അടുത്തൊന്നും ഒരു പുതിയ പോലീസ് മേധാവി വരുമ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം സ്വാഭാവികമായ ഒരു പേരായിരുന്നു എപ്പോഴും വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് സംസ്ഥാനം യോഗ്യതയുള്ളവരുടെ പട്ടിക കൊടുത്തു, സംസ്ഥാനത്തിന് താല്പര്യമുള്ളവരുടെ 2 പേരുടെ പേര് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു. അതിൽ നിന്നൊക്കെയാണ് ഈ 3 പേരുടെ പട്ടികയിലേക്ക് എത്തിയിരിക്കുന്നത്. അവസാനം എത്തി നിൽക്കുന്ന പേരുകൾ ഏതൊക്കെയാണ്? ഇന്ന് എന്തൊക്കെ നടപടിക്രമങ്ങൾക്ക് ശേഷമായിരിക്കും ആ പേര് പ്രഖ്യാപിക്കുക? ശ്രീജ, 6 പേരുടെ പേരടങ്ങിയ പട്ടികയാണ് സംസ്ഥാനം നേരത്തെ കേന്ദ്രത്തിന് കൈമാറിയത്. ഇതിൽ നിന്ന് UPSC 3 പേരുടെ പേര് അടങ്ങിയ ചുരുക്കപ്പട്ടിക സംസ്ഥാനത്തിന് തിരികെ നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പേര് നിതിൻ അഗർവാളാണ്. അദ്ദേഹം ഇപ്പോൾ റോഡ് സേഫ്റ്റി കമ്മീഷണറായി പ്രവർത്തിക്കുന്നുണ്ട്. റവാഡ ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ യോഗേഷ് ഗുപ്ത, ഈ 3 പേരുകളാണ് ഉള്ളത്. ഇതിൽ റവാഡയാകട്ടെ ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റ് സെക്യൂരിറ്റി ഓഫീസർ, അങ്ങനെ അതിൻ്റെ സെക്യൂരിറ്റി ചുമതലയുള്ള ഉദ്യോഗസ്ഥനായി പ്രവർത്തിക്കുകയാണ്. റവാഡ ചന്ദ്രശേഖരനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ അദ്ദേഹം കേരളത്തിലെത്തുകയും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹം എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിയായും നിലവിലെ DGPയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. റവാഡയുടെ പേരിനാണ് വലിയ പ്രാധാന്യം ഇപ്പോൾ ഉള്ളത്. അതേസമയം അദ്ദേഹം വരുമ്പോൾ ചില കൗതുകങ്ങൾ കൂടിയുണ്ട്. റവാഡയാണ് വരുന്നതെങ്കിൽ 94-ലെ കൂത്തുപറമ്പ് വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ആണ് അന്നത്തെ അവിടുത്തെ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം അവിടെ SP ആയിരിക്കുന്ന സമയത്താണ് ഈ വെടിവയ്ക്കാൻ ഉത്തരവിടുന്നത്. അന്ന് MV രാഘവനെ വഴിതടഞ്ഞ DYFIക്കാർക്ക് നേരെ പോലീസ് വെടിയുതിർക്കുകയായിരുന്നു. അതിൽ 5 പേർ കൊല്ലപ്പെട്ടു. പുഷ്പൻ ഉൾപ്പെടെ 6 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പുഷ്പൻ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മരിച്ചത്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയമായി CPMനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവരാൻ കഴിയുമോ എന്നതാണ്. പക്ഷേ ഇതിൽ റവാഡയുടെ കാര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 2012-ൽ അദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു താല്പര്യം, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വൈരാഗ്യത്തിൻ്റെ പേരിൽ പോലീസ് നടപടി ഉണ്ടായതല്ല, ആ സാഹചര്യത്തിന് അനുസരിച്ച് പോലീസ് പെരുമാറുന്നു എന്ന വാദം ഒക്കെ തന്നെ ആ സമയത്ത് ഉയർന്നു വന്നിരുന്നു. ഏതായിരുന്നാലും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടാണ് കോടതി വിധി ഉണ്ടായത്. മാത്രമല്ല ഈ വെടിവയ്പ് നടക്കുന്നതിൻ്റെ തലേ ദിവസം മാത്രമാണ് അദ്ദേഹം അവിടെ SP ആയി ചുമതല ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈരാഗ്യം അല്ലെങ്കിൽ DYFIക്കാരുടെ പ്രതിഷേധത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഈർഷ്യ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നൊരു വാദം കൂടിയുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹം വരികയാണെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ചർച്ചയാകും എന്നതാണ്. അങ്ങനെ ഒരു ചരിത്രം കൂടി അവശേഷിക്കുന്നുണ്ട്. മറ്റൊന്ന് നിതിൻ അഗർവാൾ. അദ്ദേഹം ഈ പട്ടികയിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പക്ഷേ BSFൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില പോരായ്മകളെന്നാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത് അദ്ദേഹത്തെ തിരികെ കേരളത്തിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. റവാഡയുടെ പേരിന് വലിയ പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഉയർന്നു വരുന്നു. മറ്റൊന്ന് യോഗേഷ് ഗുപ്തയാണ്. അദ്ദേഹം സർക്കാരുമായി അത്ര നല്ല രസത്തിലല്ല. അദ്ദേഹത്തിന് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകാൻ താല്പര്യമുണ്ട്. അതിൻ്റെ വിജിലൻസ് ക്ലിയറൻസിൻ്റെ കാര്യങ്ങൾ പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല എന്ന ഒരു പരാതി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന് ശ്രീജ പറഞ്ഞതുപോലെ തന്നെ സമീപകാലത്ത് ഇത്രയും ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമില്ല. കാരണം MR അജിത് കുമാറിൻ്റെ പേര് ഈ പട്ടികയിൽ കയറ്റുന്നതിന് വേണ്ടി സർക്കാർ നീക്കം നടത്തി, അല്ലെങ്കിൽ CPMന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ CPI ഉൾപ്പെടെ എടുത്ത നിലപാടുകൾ രാഷ്ട്രീയമായി കൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊരു പേര് മനോജ് എബ്രഹാമാണ്. അദ്ദേഹം ഈ 6 പേരുടെ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരുമുണ്ടായിരുന്നു. ഈ 3 പേരുടെ പട്ടിക തിരികെ വന്നപ്പോൾ ആ പേരിൽ മനോജ് എബ്രഹാം ഇല്ല. ഒരുപക്ഷെ താൽക്കാലിക ചുമതലയുള്ള ഒരു പോലീസ് മേധാവിയെ നിയമിച്ചേക്കും എന്ന തരത്തിലുള്ള ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ മനോജ് എബ്രഹാം DGP ആകാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ചില ചർച്ചകൾ ഉയർന്നു വന്നു. ഏതായിരുന്നാലും റവാഡയ്ക്കാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഇന്ന് ഓൺലൈനായി മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ പ്രഖ്യാപനം ഉണ്ടാവുക. ശ്രീജ,
ഇതിലൊരു പ്രശ്നമുള്ളത് വിനോദ്, ഒരുപക്ഷെ രവാഡ ചന്ദ്രശേഖർ ആണ് DGP ആയി നിയമിതനാകുന്നതെങ്കിൽ ഇന്ന് തന്നെ ചുമതല എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. കാരണം ഡൽഹിയിലെ നടപടിക്രമങ്ങൾക്ക് ഈ ഉത്തരവ് വന്ന ശേഷമേ ഡൽഹിയിലെ റിലീവ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു താൽക്കാലിക സജ്ജീകരണം, മറ്റെന്തെങ്കിലും തരത്തിൽ താൽക്കാലിക ചുമതല നൽകുന്നത് പോലെ എന്തെങ്കിലും ഉണ്ടാവുമോ? എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നീക്കമുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മറ്റ് സാങ്കേതിക പ്രശ്നമില്ല. കാരണം UPSC നൽകിയ പട്ടികയിലുള്ള ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹം ചുമതല ഏറ്റെടുത്താലും മറ്റ് നടപടിക്രമങ്ങൾ സാങ്കേതികത്വം മാത്രമാണ്, സാങ്കേതികമായി അവശേഷിക്കുന്ന നടപടികളാണ്. അതെല്ലാം തന്നെ പൂർത്തിയാക്കാൻ കഴിയും. കാരണം പല റിപ്പോർട്ടുകൾ ഈ ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ളത് പരിശോധിച്ച ശേഷമാണ് ഈ പട്ടികയിൽ UPSC ഇവരെ ഉൾപ്പെടുത്തുന്നത്. ഇവരുടെ വിജിലൻസ് ക്ലിയറൻസ്, അതോടൊപ്പം തന്നെ പേഴ്സണൽ മന്ത്രാലയം പരിശോധിക്കുന്നത്. ആ തരത്തിൽ വിവിധ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ കേന്ദ്രം സ്വീകരിക്കും. അതിനുശേഷം അത് പരിശോധിച്ച ശേഷമാണ് അന്തിമമായി ഇവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു താൽക്കാലിക DGP എന്ന തരത്തിലുള്ള ചർച്ച ഇതുവരെ സർക്കാർ കേന്ദ്രങ്ങൾ അക്കാര്യം പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ആലോചന ഉണ്ട് എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഒരു താൽക്കാലിക DGP എന്ന നിലയിലേക്ക് നിയമനം നടക്കാനുള്ള സാധ്യത. അവിടെയാണ് MR അജിത് കുമാറിൻ്റെ പേര് സർക്കാർ ഈ പട്ടികയിൽ കയറ്റാൻ നോക്കുന്നത് സംബന്ധിച്ച ചില ചർച്ചകളും വിവാദങ്ങളും ഉയർന്നു വന്നത്. MR അജിത് കുമാറിനെ ആ തരത്തിൽ ഒരു താൽക്കാലിക ചുമതല നൽകിക്കൊണ്ട് ADGP ആണ്. UPSCയുടെ ചട്ടമനുസരിച്ച് ADGPമാരെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ DGPമാരായി വന്ന കാര്യം സംസ്ഥാനം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവിടെയാണ് സുരേഷ് രാജ് പുരോഹിതും അതോടൊപ്പം തന്നെ MR അജിത് കുമാർ, 2 ADGPമാരാണ് ഈ 6 പേരടങ്ങുന്ന പട്ടികയിലുണ്ടായിരുന്നത്. അവരുടെ പേരുകൾ കൂടി സംസ്ഥാനം ഇതിൽ ഉൾപ്പെടുത്തിയത്. മറ്റൊരു പേര് DGP റാങ്കിലേക്ക് വന്ന മനോജ് എബ്രഹാമാണ്. ഒരുപക്ഷെ ഈ തരത്തിൽ ശ്രീജ പറഞ്ഞതുപോലെ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം ഉണ്ടായാൽ ഒരുപക്ഷെ ഈ 3 പേരിൽ നിന്ന് ഒരാളെ സംസ്ഥാനത്തിന് സ്വന്തം നിലയ്ക്ക് താൽക്കാലിക DGP ആക്കാൻ കഴിയും. പക്ഷേ അത് ദിവസങ്ങൾ മാത്രമേ അതിന് ആയുസുണ്ടാകൂ, അല്ലെങ്കിൽ ആ കസേരയിൽ അവർക്ക് തുടരാൻ കഴിയൂ എന്നൊരു സാഹചര്യമുണ്ട്. ഏതായിരുന്നാലും ഈ 3 പേരുടെ പട്ടികയിൽ നിന്ന് തന്നെ DGPയെ നിയമിക്കും എന്ന കാര്യമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജ, ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്.